ആതിര, കഴിഞ്ഞ ദിവസമാണ് പയ്യന്നൂരിൽ നിന്നൊരു വാർത്ത വന്നത്. ഒരു ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ച് ഒരു CPM പ്രവർത്തകൻ വരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി എടുത്തിരിക്കുന്നു. പല CPM നേതാക്കളും അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നു. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്: പാർട്ടി ഒരിടത്തും തോൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, വരുന്ന തെരഞ്ഞെടുപ്പിലും പാർട്ടി ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു സാധുവായ ഒരു CPM പ്രവർത്തകനായിരിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഗതി എന്തായിരിക്കും? അദ്ദേഹത്തെ ഇനി ആക്രമിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ രക്തസാക്ഷികളെ ഉണ്ടാക്കിയ പാർട്ടി എന്ന നിലയിൽ ഒരു രക്തസാക്ഷിയായി അദ്ദേഹം മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകുമോ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്നുള്ള വാർത്തയാണ്. കണ്ണൂരിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് TP ചന്ദ്രശേഖരൻ്റെത്. അപ്പോൾ TPയുടെ വിധിയാണോ അല്ലെങ്കിൽ ആ ഗതിയാണോ കുഞ്ഞികൃഷ്ണനെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം ഉയർന്നു വരുന്നത്. കാരണം കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വെറും ഒരു ഫണ്ടല്ല, രക്തസാക്ഷി ഫണ്ടിനെ തൊട്ടാണ് കളിച്ചിരിക്കുന്നത്. അതൊരിക്കലും മറ്റെന്ത് ഫണ്ട് തട്ടിപ്പാണെങ്കിലും, ഇപ്പോൾ സ്വർണ്ണ കേസ് ആണെങ്കിലും ശബരിമലയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും പാർട്ടി ഇത്ര പ്രതിരോധത്തിലാവില്ല. പക്ഷേ പാർട്ടി എപ്പോഴും അല്ലെങ്കിൽ ഉയർത്തി കാണിക്കുന്ന രക്തസാക്ഷി ഫണ്ടിനെ തൊട്ടാണ് കുഞ്ഞികൃഷ്ണൻ കളിച്ചിട്ടുള്ളത്. ആ ഫണ്ടിലാണ് നിങ്ങൾ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും ഓരോ സ്ഥലങ്ങളിലും മേഘ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവർക്ക് ഈ പാർട്ടി മണ്ഡലങ്ങൾ രൂപപ്പെടുന്ന ഒരു സ്ഥലത്ത് സ്മാരകങ്ങളും ഉണ്ടാവും. അവിടെ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ ഈ പുഷ്പനെ അറിയാമോ എന്ന് പാടുന്ന സ്ഥലത്ത് പുഷ്പന്റെ തരത്തിലുള്ള വോട്ടുകൾ കിട്ടുന്നുണ്ട്. കാരണം അത് അവർ വോട്ട് ബാങ്ക് ആയിട്ടാണ് പലപ്പോഴും ഈ രക്തസാക്ഷികളെ കാണുന്നത്. ആ പാർട്ടിയോടാണ് നിങ്ങൾ ഈ രക്തസാക്ഷിയെ വെറും മറയാക്കി ഇവിടെ ബിസിനസ് ആണ് നടത്തുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഫണ്ട് തട്ടിപ്പാണ് നടത്തുന്നത് പറയുന്ന സമയത്ത് അതുകൊണ്ടാണ് ഇത്രയധികം പാർട്ടിക്ക് ഇത്ര സംഘർഷം ഉണ്ടാവുന്നത്. അല്ലാതെ എത്രയോ അധികം ആൾക്കാർ CPM ആൾക്കാർ ഈ CPM സംഘർഷത്തിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക നിലപാടെന്ന രീതിയിൽ പലപ്പോഴും CPM വലിയ രീതിയിൽ ഒരു വാർത്താ പ്രാധാന്യമില്ല തള്ളിക്കളയുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതിനകത്തിൽ പാർട്ടിയുടെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ വന്ന് നിലപാട് അറിയിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനോട് ഇവർ തമ്മിൽ സംസാരിക്കേണ്ടി വരുന്നു. അത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്താണ് ഇതിനു മുൻപും പാർട്ടിയിൽ നിന്നും മാറി അല്ലെങ്കിൽ പാർട്ടിയെ ഇത്തരത്തിൽ പ്രതിരോധമാക്കിയിട്ടുള്ള ആൾക്കാരെ എന്തായിരുന്നു CPM ചെയ്തിട്ടുള്ളതെന്നുള്ളത് ആലോചിക്കുന്നത്. പലരും പറയുന്ന ഒരു കാര്യമാണ്, കൊടിസുനിക്കൊക്കെ ഇനിയിപ്പോ പരോള് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാകും എന്ന രീതിയിലേക്കുള്ള അങ്ങനത്തെ ചർച്ചകൾ പോലും വരുന്നുണ്ട്. അതെ, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പല കാര്യങ്ങളും CPM പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ സ്വർണ്ണക്കൊള്ള CPM പ്രതിരോധത്തിലാക്കിയത് പുറത്തു നിന്നായിരുന്നു. ഇപ്പോൾ പൊതുജനമാണ് ചോദിക്കുന്നത്, ഞങ്ങളുടെ സ്വർണ്ണം എവിടെ, ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണം എവിടെയെന്ന് ചോദിക്കുന്ന പൊതുജനമായിരുന്നു. പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ പാർട്ടി പ്രവർത്തകർ പോലും ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ എന്തു ചെയ്തു? കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നത് എന്താണ്? ആ ആരോപണത്തിൽ വസ്തുതയുണ്ടോ എന്ന് ചോദ്യം ഉന്നയിക്കും. പക്ഷേ പാർട്ടിക്കുള്ളിൽ അത് അടങ്ങിപ്പോകും. ഇപ്പോൾ കേഡർ സംവിധാനം എന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുമെങ്കിൽ പോലും അവിടെ ഈ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ഇടതുപക്ഷത്ത് നിന്ന് കോൺഗ്രസിലേക്ക് വന്ന മനുഷ്യർ പറയുന്ന കാര്യമാണ്, അവിടെ സ്വാതന്ത്ര്യമില്ലായിരുന്നു, നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. കുഞ്ഞികൃഷ്ണൻ ആദ്യമേ പോയി പാർട്ടിക്കുള്ളിൽ പറയുന്നു, ഇത്തരം പ്രശ്നങ്ങളുണ്ട്, അവിടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ കൃത്യമായ കണക്കുകൾ അദ്ദേഹം, ഈ മധുസൂദനൻ എന്ന് പറഞ്ഞ വ്യക്തി കൃത്യമായ കണക്കുകൾ ഏൽപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആരോപണ വിധേയർക്കെതിരെ ഒരു നടപടിയും എടുക്കാത്ത, കൃത്യമായ അന്വേഷണം നടക്കാത്ത ഒരു പാർട്ടിയായി CPM മാറുന്നു എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായും ആ ഒരു രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പെന്ന് കുഞ്ഞികൃഷ്ണൻ പറയുന്ന ഒരു കാര്യത്തിൽ ചെറിയ കഴമ്പുകളൊക്കെ ഉണ്ട്. അതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് പൂർണ്ണമായി അതിന് അങ്ങനെ ഒരു കാര്യമില്ല. അല്ലെങ്കിൽ അവരിപ്പോഴും ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ടിന്റെ ആ ഒരു പവിത്രതയെ പറ്റിയിട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അത്ര പവിത്രമായി കാണുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ഒരു സ്മാരകങ്ങളും നിങ്ങൾക്ക് കാണുന്ന പോലെ 4 തൂണുകളുള്ള ഒരു സാധനങ്ങളൊന്നുമല്ല. ഞങ്ങൾക്കത് ആത്മബന്ധമുണ്ട്. ഞങ്ങളുടെ ചോരയും അല്ല, ആ ഒരു രീതിയിലാണ് അവർ അതിനെയൊക്കെ കാണുന്നത്. ആ രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ പോലെ ഇതിന്റെ സ്ഥാനത്തിരിക്കുന്ന മധുസൂദനൻ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടില്ല. ഫണ്ടുകൾ എവിടേക്കാണ് പോയെന്നുള്ള യാതൊരുവിധ അല്ലെങ്കിൽ കാര്യങ്ങളും പാർട്ടിയുടെ നേതൃത്വത്തിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതെ, അവിടെ ഒരു സംശയം ഉണ്ടാകുന്നത് പറഞ്ഞത് ഈ കുഞ്ഞികൃഷ്ണന് മാത്രമാണോ ഈ പ്രശ്നമുള്ളത് എന്നാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ചുറ്റും നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാവുമല്ലോ, ഇവർക്കൊക്കെ ഈ സംശയമില്ലേ, എവിടെ ഈ പാർട്ടിയുടെ ഫണ്ട് എവിടെ പോയി? ഈ സാധാരണ മനുഷ്യർ കൊടുത്ത 5ഉം 10ഉം രൂപയൊക്കെ ആയിരിക്കും. ഈ ഫണ്ട് എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുമല്ലോ. അപ്പൊ ഇവർക്ക് ആർക്കും ഈ ചോദ്യമില്ലേ? ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പാർട്ടി ബാധ്യസ്ഥരല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. പക്ഷെ ഇതൊന്നും കാണാതെ വെച്ചുകൊണ്ട് കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുക്കുന്നു, അയാളെ മാറ്റി നിർത്തുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഗതി എന്താകുമെന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം വരെ കൊണ്ടു നിർത്തുന്നത് CPM തന്നെയാണ്. തീർച്ചയായും. കാരണം കുഞ്ഞികൃഷ്ണൻ അവിടെ സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം പല പോസ്റ്റുകളിലാണെങ്കിലും കുഞ്ഞികൃഷ്ണന്റേതായിട്ടുള്ള പോസ്റ്ററുകളും ബാനറുകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുഞ്ഞികൃഷ്ണനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്ലെക്സുകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ CPM പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾക്ക് ഈ ഫ്ലെക്സുകളിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല,
കാരണം വി എസും കുഞ്ഞികൃഷ്ണനും ഒരുമിച്ച് നിൽക്കുന്ന ഫ്ലെക്സും നീ ആ പാതയിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നീ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ, വി എസിനെ നമുക്കറിയാം, വി എസ് തന്റെ പാർട്ടിക്കുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും എടുത്ത് തുറന്നു കാണിക്കുകയും പ്രതികരിക്കുകയും ഇതേപോലെ അച്ചടക്ക നടപടികൾക്കും ഒതുക്കി തീർക്കുന്ന രീതിയിലേക്കും വി എസ് മാറപ്പെട്ടിട്ടുണ്ടായിരുന്നു. നീ അതേ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് കുഞ്ഞികൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലെക്സുകൾ രൂപപ്പെടുന്ന സമയത്ത് ഇന്നിവിടെ കുഞ്ഞികൃഷ്ണനെതിരായ ഫ്ലെക്സുകൾ കണ്ണൂർ, പയ്യന്നൂർ ഭാഗങ്ങളിലുണ്ട്. ഇന്നലെ ഫ്ലെക്സുകളോട് യാതൊരുവിധ അനുഭവം ഇല്ലാത്ത പാർട്ടിക്ക് ഇന്ന് എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ എതിർക്കുന്ന ഫ്ലെക്സുകൾ വെക്കാനുള്ളൊരു മാനസികാവസ്ഥ തോന്നിയിട്ടുണ്ടായിരുന്നത്? ഇന്ന് അയാൾ പാർട്ടിയുടെ ചാരനാണ്. അയാളെ കുഞ്ഞികൃഷ്ണനെ വിളിക്കുന്നത് നീ പാർട്ടിയുടെ ചാരനാണ്, നിന്നെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ആ രീതിയിലാണ്. ചാരന്മാരെ എപ്പോഴും പാർട്ടി എങ്ങനെയാണ് കാണുന്നത് നിനക്കറിയാലോ. അത്തരത്തിലുള്ള കൊലവിളികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളുമാണ് കണ്ണൂർ, പയ്യന്നൂർ ഭാഗത്തുള്ള CPM-ന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നത്. അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഇവർക്കത് സംഘർഷഭരിതമാവുന്ന ഒരു കാര്യമാണ്. വീണ്ടും പലപ്പോഴും ഇവർ ചരിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ മറക്കണം, അല്ലെങ്കിൽ ആരും ഓർക്കരുതെന്ന് TP-യുടെ പേര് പറയുന്ന സമയത്തും ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പേരല്ല, ഇത്തരത്തിലുള്ള ആൾക്കാർ പറയുന്നതിലൂടെ വീണ്ടും അതേലേക്ക് തന്നെ എത്തുകയാണ്. വീണ്ടും കണ്ണൂർ CPM-നെ സംഘർഷത്തിലാക്കുന്ന, അല്ലെങ്കിൽ വീണ്ടും അവർക്ക് അവിടെ തോൽവിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള കുഞ്ഞികൃഷ്ണന്മാർ ഉയർന്നു വരുന്നുണ്ട്. കുഞ്ഞികൃഷ്ണന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തകരുണ്ട്. അതാണ് അവിടുത്തെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. അത് പക്ഷെ ഇതൊന്നും പാർട്ടിയിൽ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇത്തരം ഒരു പ്രശ്നമുണ്ടെന്ന് പാർട്ടിയിൽ പറഞ്ഞാൽ തന്നെ അത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു തരത്തിലേക്ക് CPM ഉയരുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങളൊന്നും പുറത്തറിയരുത്. നമ്മൾ പറയില്ലേ, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലിരിക്കണം എന്ന് പറയുന്നത് പോലെ CPM-ന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ CPM-ന്റെ ഉള്ളിൽ തല്ലിയിരിക്കണം. പക്ഷെ അതിൽ തന്നെ ഒരു സ്വജന പക്ഷപാതം ഉണ്ടാകുന്നു. ഇപ്പോൾ മധുസൂദനനും ഒരു CPM പ്രവർത്തകനാണ്, അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണനും ഒരു CPM പ്രവർത്തകൻ തന്നെയാണ്. അപ്പൊ ഇവരെ രണ്ടുപേരെയും ഒരുപോലെ സംരക്ഷിക്കാൻ, ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒന്ന് അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫണ്ട് തട്ടിച്ചു എന്ന് പറയുന്ന ആൾക്കെതിരെ നടപടിയെടുക്കാൻ CPM മുതിരുന്നില്ല. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. ആരെ സംരക്ഷിക്കാനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇനിയും ഇതിന്റെ മുകളിൽ ബിഗ് ഷോട്ട്സ് ഉണ്ടോ, ഇനി അവരെ സംരക്ഷിക്കാനാണോ എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് CPM-ന് അറിയാമായിരിക്കും, ഇടതുപക്ഷത്തിന് ഉറപ്പായും അറിയാമായിരിക്കും. ഇത് ഉറപ്പായും ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുമെന്നുള്ളത്. എന്നാലും ഇതിലൊരു നടപടി എടുക്കാൻ ഇവർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളത്. അതെ, നമുക്ക് അത് തന്നെയാണ് തോന്നുന്ന ഒരു കാര്യം. ഇതിന് പല CPM നേതാക്കളും പ്രതികരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞികൃഷ്ണൻ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പറയുന്നത്, ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്. മേഘ പറഞ്ഞാലേ ഇത് ആദ്യം പറഞ്ഞ സമയത്ത് തന്നെ ഇതിനൊരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇത് രണ്ടാമത് വന്ന ഒരു പ്രമുഖ മാധ്യമത്തിലിരുന്ന ഒരു അഭിമുഖത്തിൽ പറയില്ലായിരുന്നു. അന്നും ഇയാൾ പറഞ്ഞിട്ടുള്ള മധുസൂദനൻ തന്നെയാണ് ഇപ്പോഴും അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നത്. ആ ഒരു കാര്യം പറയുന്ന സമയത്ത് പാർട്ടി തന്നെ പറയുന്നു ഫണ്ടിന്റെ റിപ്പോർട്ടുകൾ ഇത്ര വർഷമായിട്ടും കൊടുത്തിട്ടില്ല എന്ന്. അന്ന് കുഞ്ഞികൃഷ്ണൻ ഇത് പറഞ്ഞ് പാർട്ടിയെ ഈ ഒരു സംഘർഷത്തിലാക്കി. അതിനുശേഷം അതേ കുഞ്ഞികൃഷ്ണൻ ഇത് പറയാനുള്ള അത്രയും സമയം ഉണ്ടാക്കി കൊടുത്തതും പാർട്ടി തന്നെയായിരുന്നു. ഇത് പരിഹരിക്കാമായിരുന്നു, ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. വീണ്ടും ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം നിലവിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അത് വേരോടുന്ന ഒരു സാഹചര്യത്തിൽ ഈ നിയമസഭയിൽ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന ഇത്തരം ഒരു കാര്യം കുഞ്ഞികൃഷ്ണൻ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുതായിരുന്നു. അത് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു അന്വേഷണം ആരംഭിച്ചു എന്നുള്ളൊരു ക്യാപ്സ്യൂളെങ്കിലും ഇറക്കാമായിരുന്നു. എങ്കിൽ ഇപ്പോൾ ഇത്തരം പ്രതിരോധത്തിലാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് CPM എത്തില്ലായിരുന്നു. ശരിക്കും അവർ ഈ ക്യാപ്സ്യൂളിന്റെ കാര്യം മറന്നുപോയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അവരൊക്കെ ഒരു പ്രതിരോധത്തിന്റെ പാതയിലാണ്. എല്ലാം ഏറ്റെടുത്ത് വന്ന് വളരെ വിശാലമായിട്ട്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സ്റ്റോറീസ്, ഗോവിന്ദൻ മാസ്റ്ററിന്റെ രക്തസാക്ഷി ഇമോഷണൽ സ്റ്റോറിയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടത്. അതിനകത്തിൽ വളരെ വികാരാതീതമായി രക്തസാക്ഷി മണ്ഡപങ്ങളെ പറ്റി പറയുന്നു, ഞങ്ങൾ അതിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന രീതികളെ പറ്റി പറയുന്നു, ഞങ്ങൾ അവരെ ചേർത്ത് നിർത്തിയിരിക്കുന്ന രീതികളെ പറ്റി പറയുന്നു. പക്ഷേ മേഘ നേരത്തെ പറഞ്ഞ പോലെ സൈഡിൽ കൂടെ ഈ ഫണ്ടൊക്കെ തട്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്തായാലും മധുസൂദനൻ ഈ ഫണ്ടുമായിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ കൃത്യമായിട്ടുള്ള അടിമം കമ്മികളാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സാധനം വീതിച്ചെടുക്കുന്നത് ഇവരുടെ ഒരു സ്വഭാവം. യൂണിറ്റി എന്ന് പറയുന്നത് ഫണ്ട് തട്ടിപ്പിനകത്തിലും ഇവർക്ക് സ്വാഭാവികമായ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ കിട്ടുന്ന സാധനം ഭാഗിച്ച് തന്നെ പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് മധുസൂദനോട് ചോദിക്കാത്തത്. ഇത്ര വർഷമായിട്ടും അയാളെ വീണ്ടും അതേ സ്ഥാനത്തിരിക്കുന്നതും. ചിലപ്പോൾ നിയമസഭയിൽ അയാൾക്ക് കൃത്യമായിട്ടുള്ളൊരു സീറ്റോ സ്ഥാനമോ കൊടുക്കാൻ CPM-ന്റെ ഒരു തീരുമാനം, എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഈ കുഞ്ഞികൃഷ്ണൻ ഈ ഒരു സുപ്രഭാതത്തിൽ വന്ന് വീണ്ടും ഇതേ കാര്യം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത്. എന്തായാലും ഇത് കുഞ്ഞികൃഷ്ണന്റെ ഗതി എന്താവുന്നതിന്റെ അപ്പുറത്തേക്കും നിയമസഭയിൽ കണ്ണൂരിൽ CPM-ന്റെ ഗതി എന്താവും എന്നുള്ളതാണ് വീണ്ടും ചർച്ചയാവുന്നത്.